ഇന്നത്തെ ക്ലാസ്സിന് എല്ലാവരും റെഡിയാണെന്ന് അറിയുന്നു. അപ്പൊ എല്ലാവരെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വിളനിലമായ ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി ഒരു പുതിയ ദിവസത്തിലേക്ക്, പുതിയ സായംകാലത്തിലേക്ക്, പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വരെ ടൈപ്പിംഗ് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ തന്നെ നിങ്ങൾ ടൈപ്പിംഗ് തുടങ്ങിയിരിക്കുന്നു. ദാറ്റ്സ് ഗുഡ് തിങ്. ഇതാണ് നമ്മുടെ സ്ഥിരം ക്ലാസ്സിലുള്ള ഒരു ഹാബിറ്റ്സിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ തുടങ്ങുന്നത്. ദാറ്റ് ഈസ് സ്പിരിറ്റ് അല്ലേ? ഇതാണ് സ്പിരിറ്റ്. എല്ലാവരും പറയാതെ തന്നെ റെഡിയായി തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ എന്തിനാണ് നമ്മൾ തയ്യാറായത്, റെഡിയായത്? എന്തിനാണ് എല്ലാവരും റെഡിയായത്? അവരവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകാനും അവരവരെ ജീവിതത്തിൽ മാറ്റപ്പെടുത്താനും, അതായത് ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റപ്പെടുത്താൻ ആർക്കാണ് പ്രതിജ്ഞാബദ്ധതയുള്ളത്? നമുക്ക് മാത്രമാണ് ആ പ്രതിജ്ഞാബദ്ധതയുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ദിവസം നമ്മളിവിടെ ഇരിക്കുന്നത്. ഓരോ ദിവസവും നമുക്ക് എന്തൊക്കെ നമ്മളിൽ മാറ്റപ്പെടുത്താൻ പറ്റും എന്നതായിരിക്കണം നമ്മുടെ ചിന്ത. നിലവിൽ എത്ര പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്? ഞാൻ ചോദിച്ച എല്ലാവരും ഐ എന്ന് പറയും. എന്നിട്ട് അവരെ വിളിച്ചിട്ട് ഞാൻ ഇന്നെന്ന കാര്യം ചോദിച്ചാൽ അവരൊരു സാറേ ഞാൻ മാറണം, പക്ഷെ എൻ്റെ ഭർത്താവ് മാറിയില്ല. സാറേ ഞാൻ മാറണം, എൻ്റെ ഭാര്യ എന്നും സമ്മതിക്കില്ല. അല്ലേ? യെസ്, നേരത്തെ പറയാമായിരുന്നല്ലോ ഗുഡ് ന്യൂസ്. അപ്പോ ഇത് ഒറ്റ ചോദ്യം ചോദിക്കുന്നു ഞാൻ. ഇത് ഇൻവെർട്ടർ കോമയിൽ ഇട്ട് പറയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളെ മാറ്റാൻ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര പേര് നിങ്ങളെ സ്വയം മാറ്റാൻ തയ്യാറുണ്ട്? എന്നെ മാറ്റാൻ ഞാൻ മാത്രമാണ് ഉത്തരവാദി എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഐ എന്ന് ടൈപ്പ് ചെയ്യാം, മറ്റുള്ളവർ ചെയ്യണ്ട. പോരട്ടെ നോക്കുന്നു. ചിലവരെന്നോട് സംസാരിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ. അവർ ഐ പറയുന്നോ നോ പറയുന്നോ നോക്കട്ടെ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ എന്തുകൊണ്ടാന്ന് വെച്ചാൽ എൻ്റെ ക്യാപ്ഷൻ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കാണുക. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്ന് ഞാൻ പറയുന്നതിന്റെ പ്രധാന കാരണം, നമ്മൾ എപ്പോഴും സദാസമയവും പറയുന്നത് ഞാൻ ഇങ്ങനെ ആവാനുള്ള കാരണം എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയായിരുന്നു, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് എനിക്ക് ഇങ്ങനെയേ ആവാൻ പറ്റുള്ളൂ. അതും കടന്ന് അടുത്തപടി പറയുന്നത് സാറേ ഞങ്ങളെ കുടുംബത്തിലേക്ക് ഇങ്ങനെ ആയിരുന്നു, എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചില്ല, എൻ്റെ അച്ഛനും അമ്മയും എന്നെ സ്കൂളിൽ വിട്ടില്ല. എപ്പോഴാണ് ഈ പറയണെന്നറിയോ? 50-55 വയസ്സ് കഴിഞ്ഞിട്ട് പറയണേ, എൻ്റെ അച്ഛനും അമ്മയും ഒന്നും പഠിപ്പിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഇനിയോ അടുത്ത സ്റ്റെപ്പും കൂടിയുണ്ട്. അവർ അന്ന് ഇച്ചിരിയെങ്കിലും കാശുണ്ടാക്കി തന്നിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ദരിദ്രനാവില്ലായിരുന്നു. അല്ലേ? എത്ര പേരുണ്ട് ഇത് പറയണേ? എപ്പോഴാ പറയണേ? 35-40 വയസ്സ് കഴിഞ്ഞിട്ട് ആണ് ഈ പറയുന്നത്. അന്ന് അവർ എനിക്ക് കാശുണ്ടാക്കി തന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ലക്ഷപ്രഭുവായനെ. എന്നിട്ട് അതേ ആളുടെ ഇപ്പോഴത്തെ കണക്ക് ചോദിച്ചാൽ പറയും 45 ലക്ഷം രൂപ കടമാണ്, 50 ലക്ഷം രൂപ കടമാണെന്ന്. അപ്പോൾ ഇത്രയും വയസ്സിൽ നീ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് പൈസ നേടി സാറേ. ഇന്ന് പല ആൾക്കാരും ഇപ്പൊ എന്നോട് കൺസൾട്ടിന് വരുന്ന ആൾക്കാരോട്, എൻ്റെ അപ്പോയിൻമെന്റ് എടുത്ത് വരുന്ന ആളോട് ഞാൻ ഇത്രയും സത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയാണ്, കേരളത്തിൽ ഇത്രയും വലിയ കടക്കണിയുണ്ടെന്ന് ഞാൻ ആദ്യമായി തിരിച്ചറിയുന്ന സമയമാണ് ഇപ്പോൾ ഈ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ശേഷം. എന്നെ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ആൾക്കാർ പറയുന്നത് കേട്ടോ. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. എല്ലാവരും പൈസ ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി കാശ് കുമിന്ന് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങ് ചാഞ്ചാടി കളിക്കുന്നു. നിങ്ങൾക്ക് അത്ര പേർക്ക് ഈ സ്റ്റോക്ക് ഫോറക്സ് ട്രേഡിങ്ങിന്റെ സൈക്കോളജി അറിയാതെ ഒരു ചെറിയ കടങ്ങളൊന്നും അല്ല വരുത്തി വെക്കുന്നത്. ഞാൻ ആലോചിക്കും, ഇത്രയൊക്കെ കടന്ന് കിട്ടും? 40 ലക്ഷം, 50 ലക്ഷം, 75 ലക്ഷം, 6 കോടി, 8 കോടി ഒക്കെ കടമാണ്. എല്ലാം എവിടെ കൊണ്ടുപോയി ചെയ്തു എന്നറിയോ? സ്റ്റോക്ക് മാർക്കറ്റിൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഫോറക്സ് ട്രേഡിങ്. സോറി ടു സേ ദിസ്. കാരണം എന്നോട് എൻ്റെ അഡ്മിന്മാർ കഴിഞ്ഞ 2 പ്രാവശ്യം എന്നോട് പറഞ്ഞു, സാറേ ഓൺലൈൻ ഗെയിമിങ്ങിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് എടുക്കണം, ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു.
ഞാൻ അതിനെ അങ്ങനെ അങ്ങ് തള്ളി ആ സാധനം. കാരണം എന്താണെന്നറിയോ, എന്താ കേരളത്തിൽ ഓൺലൈൻ ഗെയിമിങ്ങിൽ ആര് കളിക്കാനാ ഇപ്പോൾ, ആർക്കതിന് സമയമുള്ളേ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയ സാധനമാണ്. എനിക്കറിയില്ലായിരുന്നു ഇത് ഇത്രയും ഡീപ്പിലാണ് ഈ സാധനമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഞാൻ സബ്ജക്റ്റിലേക്ക് വരാം, അത് അവിടെ ഇരിക്കട്ടെ. ആരും അറിഞ്ഞുകൊണ്ട് കുഴി വീഴില്ലെന്ന് അറിയാമല്ലോ. ആരും അറിഞ്ഞിട്ടല്ല അത് ചെയ്യുന്നത്. അങ്ങനെ ആവണമെന്ന് ഒരാൾക്കും ആഗ്രഹമില്ല. പക്ഷെ അങ്ങനെ ആയിപ്പോകുന്നു എന്നതാണ് സത്യം. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരോടുള്ള, സഹോദരിമാരോടും, സഹോദരന്മാർ രണ്ടുപേരും ഇതിൽ ഈക്വലാണ്. ഒറ്റ റിക്വസ്റ്റ്, ഹമ്പിൾ റിക്വസ്റ്റ്, നിങ്ങൾക്ക് കൃത്യമായി അറിയാത്ത പണി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം കുഴി വീണിട്ടുണ്ടാവും. എന്നും വീഴാൻ നിന്ന് കൊടുക്കരുതേ. നിങ്ങളെ തിരുത്താൻ നിങ്ങൾക്ക് കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. വീണ്ടും പോയി വീഴരുത്. ലഹരിയേക്കാൾ അതിഭയങ്കരമാണ് ഈ സാധനമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കള്ളു കുടിച്ചവൻ മിണ്ടാതെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചവൻ അവിടെ കിടന്നുറങ്ങും. അവന്റെ കയ്യിൽ നിന്ന് അതിന് കൂടുതൽ കാശ് പോവില്ല. ഇത് വല്ലാത്ത പോക്കാ പോണം. ചിലപ്പോൾ നിങ്ങൾ പറയും അതിൽ അവിടെ എത്ര ഉണ്ടാക്കി, ഇത്ര ഉണ്ട്. അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു നോ ദിസ്. വേൾഡിൽ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരിൽ വെറും 8% താഴെ മാത്രമേ കാശ് ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി 98% ആൾക്കാർക്കും കാശ് കിട്ടുന്നില്ല. അപ്പോൾ ഈ 8% ആൾക്കാർ എങ്ങനെ കാശ് ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ 92% ആൾക്കാരുടെയും പൈസ എത്തിച്ചേരുന്നത് 8% ആൾക്കാരിലാണ്. ഇതാണ് അതിന്റെ ഏറ്റവും സ്ട്രാറ്റജി. ഇതെങ്ങനെയാണ് ആ സിസ്റ്റം, അതിനൊന്നും അവരെ ആരും കുറ്റം പറയുന്നത്, ആ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ ഒന്ന് അറിഞ്ഞു ചെയ്യുക. ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരാം. നമ്മൾ നമ്മളെ മാറ്റപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ ഓരോ കാര്യങ്ങളെ പറ്റിയും നമുക്ക് കൃത്യമായി അറിഞ്ഞും വിവരവും അനുസരിച്ച് കൊണ്ട് മാത്രമേ പ്രവർത്തിക്കാവൂ എന്നുള്ള ഒരു വളരെ, കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്റലക്ച്വൽ ആയ ആൾക്കാർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഉള്ള ഒരേ ഒരു സ്ഥലം കേരളമാണ്. അപ്പൊ വിദ്യാഭ്യാസത്തെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, പച്ചക്ക് നമുക്ക് പറയേണ്ടി വരും, അല്ലേ, പട്ട പൂജ്യമാണെന്ന് പറയേണ്ടി വരും. വിദ്യാഭ്യാസമുള്ളവർ ഇങ്ങനെ ചെയ്യുമോ? അങ്ങനെ പറയുന്നില്ല ഞാൻ. അങ്ങനെ ആവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധ കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വിഷയം എന്താണ്? എങ്ങനെയാണ് നമ്മൾ ചില ടെക്നിക്കിലൂടെ നമ്മുടെ ജീവിതത്തിൽ നേടേണ്ട കാര്യങ്ങളെ നേടാൻ പറ്റുക? എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ ലോകത്തിൽ ഇത്ര കണ്ട് പ്രാവർത്തികമായത്, ലോകത്തിൽ ഇത്ര കണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുള്ളത്? ഒരു ടെക്നിക്സ് അത്ര കണ്ട് വിജയിക്കുമ്പോഴല്ലേ ലോകത്തിൽ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി അറിയുള്ളൂ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ സംഭവം അറിയാമല്ലോ. ഞാൻ പറയാൻ പോകുന്ന ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവർക്കും അറിയാം. പുതിയതായി കേൾക്കുന്നവർ ആരും ഉണ്ടാവില്ല. അതായത് പ്രകൃതിയിൽ ഇത്രയും, ആ നിയമത്തിന് ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ. ലോകത്ത് ഗുരുത്വാകർഷണ ബലം ഉണ്ടെങ്കിൽ, അത് സത്യമാണെങ്കിൽ, ഒരു ലോ, എവറി ആക്ഷൻ ദർ ഇസ് എൻ ഓപ്പോസിറ്റ് ഈക്വൽ ഓർ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന നിയമം പ്രാവർത്തികമാണെങ്കിൽ, ഗുരുത്വാകർഷണ ബലം നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മുകളിലോട്ട് എറിഞ്ഞ കല്ല് താഴോട്ട് തിരിച്ചു വരുമെങ്കിൽ, ആപ്പിൾ, ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണാലും വീണില്ലെങ്കിലും ഗുരുത്വാകർഷണം ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെയാണ് നിങ്ങൾക്ക് ചില സാധനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, നിങ്ങൾക്ക് ചിലത് ലഭിക്കേണ്ടത് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും, ചിലത് നിങ്ങൾ ചിന്തിച്ചത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും, ഈ നിയമത്തിനിവിടെ മാറ്റമില്ല. ലോ ഓഫ് അട്രാക്ഷൻ ഈ ലോകത്തുണ്ട്. ഇവിടെ ഒരേ ഒരു വിഷയം, ചില കാര്യങ്ങൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിൽ നേടാൻ പറ്റുന്നു, മറ്റ് ചിലത് നേടാൻ പറ്റുന്നില്ല എന്നത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചുള്ള വിഷയം. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം? ഞാൻ എൻ്റെ ചില ഉദാഹരണങ്ങൾ പറയാം, അല്ലേ? അതായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം ചില ഉദാഹരണങ്ങൾ ഞാൻ സ്വയം പറയുമ്പോൾ നിങ്ങൾക്ക് അതുമായി കണക്ട് ചെയ്താൽ പോകാൻ പറ്റും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്? എത്ര പേർക്ക് ആ കോൺസെപ്റ്റിനോട് മുഴുവനായിട്ടും അംഗീകരിക്കാൻ പറ്റും? ആഗ്രഹിച്ചത് എന്തും നേടാൻ ലോ ഓഫ് അട്രാക്ഷൻ. ഞാൻ ആഗ്രഹിച്ചത് എന്തും എന്ന് പറയുന്നത് ആഗ്രഹം മാത്രമാണ്. അതെല്ലാം ലഭിക്കുമോ? പോരട്ടെ പറയുന്നവരോട്ടൊന്ന് പറയട്ടെ, ആൻസർ. വേറൊരു കാര്യം കൂടി എൻ്റെ ഇടയിൽ പറയാൻ മറന്നുപോയി. നമ്മുടെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട്, അല്ലെ, അവരോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അല്ലെ? നിങ്ങൾ ഇത്രയും ആരും നിൽക്കുന്നു, നിങ്ങൾ ഇതിന്റെ 100 ഇരട്ടി ആൾക്കാരാണ് അപ്പുറത്ത് രാവിലെ ക്ലാസ് ഇടാൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, ഈ ക്ലാസ് കേൾക്കാനുണ്ട്. അപ്പൊ അവർക്കാണ് ഏറ്റവും നിങ്ങളോട് നന്ദി പറയുന്ന പോലെ തന്നെ അവരോട് ഏറ്റവും കൂടുതലായിട്ട് നന്ദി പറയണം. അവരാണ് ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്, ഊർജ്ജം നൽകുന്നത്, നിങ്ങളും കൂടി ചേർന്നുകൊണ്ട്.
അപ്പോൾ അവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, വെരി 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 താങ്ക് യു. നിങ്ങൾ നൽകുന്ന വലിയ സപ്പോർട്ടിന്, നിങ്ങൾ കാത്തിരുന്ന് പറയുന്ന കമൻറ്റുകൾക്ക്, നിങ്ങളുടെ വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നതിന്, ഇതെല്ലാത്തിനും നിങ്ങൾക്ക് നന്ദി. ഇപ്പൊ ഇവിടെ മിക്ക ആൾക്കാരും യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഇപ്പൊ ഈ ലൈവ് ക്ലാസ്സിലേക്ക് വന്നത് അല്ലേ? അതുപോലെ തന്നെ അവരോട് എല്ലാവരോടുള്ള റിക്വസ്റ്റ് ആണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 9 മണി സമയത്ത് എല്ലാവരും ലൈവ് സെഷനിൽ വരിക. നമ്മൾ നേരിട്ട് കാണാം, സംസാരിക്കാം, നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഓക്കെ, നിങ്ങൾ അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കമന്റുകൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് സംശയമുള്ള കാര്യം ചോദിക്കണം. അപ്പോൾ മാത്രമേ എനിക്കതിൽ കൂടുതൽ കാര്യങ്ങൾ ഡിഗ് ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും നിങ്ങൾക്ക് വീണ്ടും അവതരിപ്പിക്കാനും പറ്റുള്ളൂ. നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് വേറെ ക്ലാസ്സുകൾ സജസ്റ്റ് ചെയ്തുകൊണ്ടും പറയാം, സാർ ഇന്ന വിഷയത്തിൽ ഒന്ന് ക്ലാസ് എടുക്കുമെന്ന് വെച്ചാൽ അതും ഞാൻ എടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളും പറയാം, അതിന് ഞാൻ മറുപടി തരാം. ഞാനെല്ലാം കാണുന്നുണ്ട്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് തിരിച്ചു കിടക്കാം. ആഗ്രഹിച്ചതെന്തും നേടാൻ ലോ ഓഫ് അട്രാക്ഷൻ അല്ലേ? എന്നാൽ ചെറിയൊരു തിരുത്ത് ഞാൻ പറയട്ടെ. ഈ ആഗ്രഹം എന്ന് പറയുന്നതിന്റെ ഇന്റൻസിറ്റി എന്താണ് എന്നൊന്ന് പരിശോധിക്കണം. ഞാനതിന് ചെറിയ രീതിയിൽ ഒന്ന് റീഫ്രൈസ് ചെയ്യുകയാണ്. ആഗ്രഹിച്ചതെന്തും നേടാൻ ലോ ഓഫ് അട്രാക്ഷൻ അല്ല സംഭവിക്കുക. ആഗ്രഹിച്ച ആവശ്യമുള്ളത് എന്തും നേടാൻ ലോ ഓഫ് അട്രാക്ഷൻ ആണ് വരിക. നമ്മളെല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യമായിരിക്കുമോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ ആവശ്യമായി മാറുന്നത് എപ്പോഴാണ്? ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ, നമ്മൾ ഇതിന്റെ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന ടെക്നിക്ക് എന്ന് വെച്ചാൽ ആഗ്രഹിക്കുക, അതായി തീരുക എന്നുള്ളതാണ്. ഈ അതായി തീരുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക? അതാണ് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു വണ്ടി വേണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു കാറ് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കാറ് ആവശ്യമുണ്ടോ എന്ന ചോദ്യം നിങ്ങൾ അകത്ത് ചോദിക്കുമല്ലോ. അപ്പോൾ ആവശ്യമില്ല എന്നാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റൊരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ കാറ് കൊണ്ട് ഇപ്പൊ എനിക്ക് എന്താണ് ആവശ്യം എന്ന തോട്ട്സ് നമുക്ക് വന്നാൽ, അത് ആവശ്യമല്ല എന്നുള്ള ഫീലിങ്സ് വന്നാൽ അത് വർക്ക് ചെയ്യില്ല. കാരണം പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ചില സാധനങ്ങൾ വർക്ക് ചെയ്യാത്തത് ഈ ആവശ്യം എന്ന് പറയുന്ന ഇമോഷനുമായി അത് കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ഇപ്പൊ നമുക്ക് ഒരു കാറ് വാങ്ങിക്കണമെന്ന ഒരു ആവശ്യമുണ്ടെന്ന് കരുതിക്കുക, അല്ലെങ്കിൽ നമുക്ക് കാറ് വാങ്ങിക്കുന്ന ആഗ്രഹമുണ്ട്. അപ്പൊ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്താ ആഗ്രഹിക്കുക? കാറ് വാങ്ങിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചു നിൽക്കും. അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കില്ല. ഏത് കാറ്, എങ്ങനെയുള്ള കാറ്, എപ്പോഴാണ്, ഏത് കളറാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്ത് റെഡി ആയി കഴിയുമ്പോൾ പിന്നെ ആ കാറ് നമ്മുടെ ആവശ്യമായി മാറും. എന്തുകൊണ്ടാണെന്നറിയോ? പിന്നെ നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ നമ്മൾ പറയും, ചേട്ടാ കാർ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു. ബസ്സിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം ഒരു കാറായിരുന്നെങ്കിൽ, ഞാൻ അന്ന് വാങ്ങിക്കാൻ വിചാരിച്ച കാറായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു എന്ന് ചിന്തിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓരോ ആളെ കാണുമ്പോഴും പറയും അല്ലെ, നമ്മൾ മനസ്സിലാക്കും. നിങ്ങൾ ആ കാറ് റോട്ടിലെ പോകുമ്പോൾ കാണുമ്പോൾ നമ്മൾ പറയും, മനസ്സിലാക്കും, ചിന്തിക്കും, ആ കാറിൽ ഞാനാണ് യാത്ര ചെയ്യുന്നതെങ്കിലായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ മനസ്സിന്റെ ആവശ്യമായി മാറും. യു ഗോട്ട് ഇറ്റ് ദ പോയിന്റ് വാട്ട് ഐ സേ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സംഭവം ക്ലിയർ ആയോ? എസ് എന്ന് പറയൂ. ആഗ്രഹവും ആവശ്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? സാറേ സോറി സാറേ, ടീമോനാണ്. സാറേ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്യാവോ പ്ലീസ്? അൺമ്യൂട്ട് ചെയ്യാം, നിങ്ങൾ ടൈപ്പ് ചെയ്യുക മാത്രമേ ചെയ്യാവേ. അതായത് നമുക്ക് ആഗ്രഹമുണ്ട്, ആഗ്രഹങ്ങളെല്ലാം ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റുന്ന മനസ്സായിരിക്കില്ല നമുക്കുണ്ടാവുക. ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങളായി മാത്രം വെച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കില്ല. ഈ ആഗ്രഹത്തിന് എന്താ വിഷയം എന്ന് വെച്ചാൽ, ആഗ്രഹം എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഉള്ള ഒരു വികാരമല്ല, ഒരു ഇമോഷൻ അല്ലല്ലോ ആഗ്രഹം. ഇറ്റ്സ് എ ജസ്റ്റ് എ തോട്ട്സ് ആണ് അല്ലെ. തോട്ട്സ് എപ്പോഴാണോ ഫീലിങ്സ് ആയി മാറുന്നത്, ശരിക്കും ശ്രദ്ധിക്കണം, തോട്ട്സ് നമുക്ക് ഉണ്ടാവും. അത് എപ്പോഴാണോ ഫീലിങ്സിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ആ ഫീലിങ്സിലൂടെ മാത്രമേ ഇമോഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആഗ്രഹം ഇമോഷനായി മാറിക്കഴിയുമ്പോൾ അത് നമ്മളെ ആവശ്യമാക്കി കൺവേർട്ട് ചെയ്യും. ഇതില്ലാതെ പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ലെന്ന തോട്ടിലേക്ക് നമ്മൾ വരും.
അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായാലേ നമുക്ക് പറ്റുള്ളൂ എന്ന ഇന്റൻസീവായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ മാത്രമേ ഈ സാധനം നമ്മളിലേക്ക് വരികയുള്ളൂ. ഒന്നുകൂടി വിശദമാക്കി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ കാറിനെ പറ്റി പറഞ്ഞ പോലെ, കാറ് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രക്രിയ എനിക്ക് കാറ് വേണം, കാറ് വേണം, കാറ് വേണം എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഞാൻ ഒരാൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വേണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. സെക്കൻഡ് അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആലോചിക്കും ഏത് കാറ്, എന്ത് ടൈപ്പ് കാറ്, അതിൽ ഞാൻ എങ്ങനെയാണ് ഇരിക്കുക, അതിൽ എന്തൊക്കെ ഫെസിലിറ്റികൾ വേണം. ഇങ്ങനെ വന്നുമ്പോൾ നമ്മളുടെ തോട്ട്സ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യപ്പെടും. ആ എക്സ്പാൻഡ് ചെയ്യപ്പെടുമ്പോൾ അതിൽ ഓരോ കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ച് റെഡിയാക്കുമ്പോൾ അത് നമ്മുടെ ഫീലിങ്സ് ആയി മാറും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ ഒരു ബെൻസ് കാർ വാങ്ങിക്കാൻ കരുതിക്കും. നമ്മൾ കാർ വേണമെന്ന് കരുതിയിട്ട് അടുത്ത സ്റ്റേജ് ബെൻസിലേക്ക് പോയി. അപ്പൊ ബെൻസിനെ പറ്റി നമ്മൾ റിസർച്ച് ചെയ്തു, അതിനെപ്പറ്റി മനസ്സിലാക്കി, അതിൽ ഇരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ ചിലപ്പോൾ പോയി ഒരു ടെസ്റ്റ് ഡ്രൈവിന് തന്നെ പോയി കഴിയും. അത് പോയി കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ നമുക്ക്, അത് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ടച്ച് സ്ക്രീന്, അതിന്റെ സ്റ്റിയറിങ്, അതിന്റെ വീൽ ബാലൻസ് എല്ലാം കഴിയുമ്പോൾ അതൊരു വല്ലാത്ത ഫീലിങ്സ് ആയി ക്രിയേറ്റ് ചെയ്യപ്പെടും നമ്മുടെ ബോഡിയിൽ. അത് വെറും ആഗ്രഹത്തിന് അപ്പുറത്തേക്ക് നമ്മളെ ചിന്തകൾ കൊണ്ടും കഴിഞ്ഞു, നമ്മളത് പഞ്ചേന്ദ്രിയങ്ങളാൽ അനുഭവയോഗ്യമാക്കി. പിന്നെ അത് ഫീലിങ്സ് ആയി മാറി. ഫീലിങ്സ് ആയി മാറി കഴിഞ്ഞാൽ തൊട്ടടുത്ത് അത് ഇമോഷൻ ആവും. പിന്നെ അത് ഇമോഷൻ നമ്മൾ എങ്ങനെ കിട്ടും എന്നുള്ള ഇമോഷണൽ കണക്ടിവിറ്റി നമുക്കുണ്ടാവും. ഈ ഇമോഷണൽ കണക്ടിവിറ്റി ആയാൽ മാത്രമേ ഇത് നമ്മളിലേക്ക് എത്തുകയുള്ളൂ. ഇവിടെയാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് പലർക്കും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിന് സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇതാണ്. ഇനി അതിന്റെ അടുത്ത വശം കൂടി പറഞ്ഞുതരാം. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമോഷൻ അല്ലെങ്കിൽ നമ്മൾ ഫീലിങ്സ്, തോട്ട്സ് ഉണ്ട്, അതിനെപ്പറ്റി എല്ലാം റിസർച്ച് ചെയ്തു, പക്ഷെ ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് നിലവിൽ അയാൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ശമ്പളം മാസത്തിൽ 20,000 രൂപ കിട്ടുന്നു. അയാൾക്ക് അതിയായ ആഗ്രഹമുണ്ട് ഒരു സെയിൽസ് മാനേജറായിട്ട് മാറാനായിട്ട്. ആ മാറാനായാൽ അയാൾക്ക് 1,00,000 രൂപ ശമ്പളം കിട്ടും എന്ന് കരുതിക്കോളൂ. XYZ ഇയാൾ ഞാൻ സെയിൽസ് മാനേജർ ആവും എന്ന് പറഞ്ഞാൽ മാത്രം അത് സംഭവിക്കുമോ? അത് സംഭവിക്കില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ വൈബ്രേഷനും ഒരു സെയിൽസ് മാനേജറുടെ വൈബ്രേഷൻ തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട്. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും, വാട്ട് മീൻ ബൈ വൈബ്രേഷൻ. അപ്പോൾ ആ വൈബ്രേഷനിലേക്ക് ഇയാൾ ഉയരാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മളിത് ചില ഇൻഫ്ലുവൻസോ ചില പ്രാക്ടീസൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ അയാൾക്ക് ജോബിൽ പ്രൊമോഷൻ കിട്ടി, സെയിൽസ് മാനേജറായിട്ട് ജോലി കിട്ടിയെന്ന് വരാം, സാധ്യതയുണ്ട്. പക്ഷെ ആ ജോലി കിട്ടിയത് കൊണ്ട് അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. പെർഫോം ചെയ്യണമെങ്കിൽ സെയിൽസ് മാനേജറിന്റെ പവർ നമ്മുടെ കയ്യിൽ വേണം. അതിനുള്ള ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാക്കണം, അതിനുള്ള ഇമോഷൻ നമ്മളുണ്ടാവണം, അതിനുള്ള എന്താ പറയുക ഊർജം നമുക്കുണ്ടാവണം, വൈബ്രേഷൻ നമുക്കുണ്ടാവണം. മാത്രമല്ലേ ഒക്കെ അതാവാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വൈബ്രേഷൻ ഉയർത്താത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്കത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു കാര്യമില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ നിയമം ഇങ്ങനെയാണ് പറയുന്നത്: നമുക്ക് ഏതെങ്കിലും ഒരു സാധനം നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ ഊർജം അതിന് സമാനമായി ഉയർത്തേണ്ടിയിരിക്കുന്നു. അതിനെയാണ് ഈ പേര് പറയുന്നത് സമാനതകൾ പരസ്പരം ആകർഷിക്കപ്പെടുമെന്ന്. സമാനതകളെ പരസ്പരം ആകർഷിക്കപ്പെടുള്ളൂ. നിങ്ങൾ നിലവിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങൾ ആകർഷിക്കുന്നത് എല്ലാ പൊസിഷനും അതുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ നമ്മൾ സെയിൽസ് മാനേജർ ആവണമെങ്കിൽ ആ സെയിൽസ് മാനേജർ എന്ന വൈബ്രേഷനെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. നമ്മളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ള വൈബ്രേഷനെ ഉയർത്തി സെയിൽസ് മാനേജറുടെ വൈബ്രേഷനിലേക്ക് കൊണ്ടുപോകണം. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഇത്രയും സിംപ്ലിഫൈസ് ചെയ്ത് പറയാൻ ഇതിനേക്കാളും പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ക്ലിയർ ആയോ? എവരിബഡി സേ ദാറ്റ്. ഓക്കേ, എവരിബഡി ക്ലിയർ ദിസ്? എല്ലാവരും സ്റ്റക്കാണല്ലേ? എന്തായിരിക്കും ഇപ്പൊ സംഭവിച്ചല്ലേ? സാറ് പറയണു അങ്ങോട്ട് കൂട്ടാൻ പറയണു, ഇങ്ങോട്ട് കുറക്കാൻ പറയണു, അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ പലർക്കും വർക്ക് ചെയ്യാത്തതെന്ന്? യെസ്, ഹൗ വിൽ ഇൻക്രീസ് ദ വൈബ്രേഷൻ? അത് അതിനാണ് സീമോൺ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. വെയിറ്റ്
and you will see the amazing result of you will increase your vibration level. അതിന് സമയമാവുന്നതിന് ലോങ് പ്രോസസ്സാണ്. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരിക്കലും വൈബ്രേഷൻ കിട്ടില്ല. ആ വൈബ്രേഷൻ ഉണ്ടാക്കിയെടുക്കണം. സ്ലോലി 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 നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിന് സമയമെടുക്കും. അതിന് അതിൻ്റെതായ പ്രോസസ്സുകളുണ്ട്. ക്ലിയർ ആയി എല്ലാവർക്കും അല്ലേ? വെരി ഗുഡ്. ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സമൃദ്ധിയാണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്തായി തീരണമെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പോള് കണ്ടക്ട് ചെയ്യാമായിരുന്നു എനിക്കല്ലേ? അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു. പക്ഷെ ഇപ്പൊ എത്രയും ടൈപ്പ് ചെയ്ത സമയം ഉണ്ടല്ലോ അല്ലേ? ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് സമൃദ്ധി അറിയാമല്ലോ, എല്ലാം ഉള്ള അവസ്ഥ. സമൃദ്ധി നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്തായി തീരണം? ടൈപ്പ് ചെയ്തു, ആ വാക്ക് ടൈപ്പ് ചെയ്തു. സമൃദ്ധി ഉള്ളവരായി തീരണമെങ്കിൽ സമൃദ്ധി നമുക്ക് എന്നും ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്തായി തീരണം? കുഴപ്പിച്ചല്ലേ? തരം പറയണം നിങ്ങൾ. ആരെങ്കിലുമൊക്കെ പറയൂടെ? മിനിസ്റ്റർക്കല്ലേ സമൃദ്ധി ഉണ്ട് സാറേ? എനിക്കറിയില്ല കേട്ടോ. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ വേറൊരു കാര്യം പറയാം. പണക്കാരനായി തീരണമെങ്കിൽ നമ്മൾ ആരായി യഥാർത്ഥത്തിൽ പണക്കാരനായി തീരണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് എന്തായി തീരണം? അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. യഥാർത്ഥത്തിൽ ഒറിജിനൽ ആയിട്ടുള്ള പണക്കാരനായി മാറണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ആരായി തീരണം? അപ്പൊ ക്ലിയർ ആവും അല്ലേ? യെസ്, ഇപ്പൊ ആൻസർ വന്നു. കറക്റ്റാണ്. വന്നു. മനസ്സുകൊണ്ട് പണക്കാരനായി തീരണം. അപ്പോൾ മാത്രമല്ലേ പണക്കാരനാകാൻ പറ്റുള്ളൂ. മനസ്സുകൊണ്ട് പണക്കാരനായി തീരണമെങ്കിൽ എന്താവണം ഞാൻ എന്താ പറയാം. യെസ്, പണക്കാരനായി തീരണമെങ്കിൽ നമ്മൾ പണക്കാരന്റെ മനസ്സുണ്ടാവണം, വെൽത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അപ്പൊ സമൃദ്ധി എന്ന് പറഞ്ഞത് സമൃദ്ധി ഉള്ളവനായി തീരണമെങ്കിൽ സമൃദ്ധിയുള്ള മനസ്സായി തീരണം. സമൃദ്ധിയുള്ള മനസ്സിൽ എന്തുണ്ടാവില്ല? സമൃദ്ധിയുള്ള മനസ്സിൽ സാറേ ഇല്ല സാറേ, പറ്റിയില്ല സാറേ, കിട്ടിയില്ല സാറേ, അവൻ തന്നില്ല സാറേ, അല്ലേ? അത് കൊടുക്കണോ വേണോ ഉണ്ടോ അല്ലയോ പറ്റില്ലേ? അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ അല്ലേ? ഇല്ല, അല്ല, തന്നില്ല, പോയില്ല, കിട്ടിയില്ല, എന്തൊക്കെയാണ് എനിക്കെന്ന് പറഞ്ഞത്. കുറച്ചും കൂടി ആർക്കും പറയാൻ പറ്റുമോ? എത്ര അല്ലകളുണ്ട്, എത്ര ഇല്ലകളുണ്ട് അല്ലേ? ഇത് മാത്രമേ പറയാനുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പറയും, അയ്യോ രാവിലെ ചായ വെക്കാൻ നോക്കുമ്പോൾ വെള്ളം ഇല്ല, വെള്ളം കിട്ടുമ്പോൾ പഞ്ചസാര ഇല്ല. തമാശ. ഓക്കെ, അപ്പോ നമുക്ക് സമൃദ്ധി വേണമെങ്കിൽ സമൃദ്ധി ഉള്ള മനസ്സാദ്യം ഉണ്ടാക്കണം. പണക്കാരനാവണമെങ്കിൽ പണക്കാരന്റെ മനസ്സാദ്യം ഉണ്ടാക്കണം. ആദ്യം എവിടെയാണ് ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റുക? നമ്മുടെ മനസ്സിൽ മാത്രമേ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ക്ലിയർ? അപ്പൊ എന്തുകൊണ്ടായിരിക്കും പല കാര്യങ്ങൾ നേടാൻ പറ്റാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് റെഡിയായോ? കിട്ടിയോ? നിങ്ങൾക്കതാവാൻ പറ്റാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്കത് ലഭിക്കാത്തത്. ഡ്രൈവിംഗ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾക്ക്, ഡ്രൈവിംഗ് ചെയ്യാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരാൾക്ക്, അതിനെപ്പറ്റി പറയാൻ ഡ്രൈവിംഗ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമോ? അല്ല കിട്ടിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? അപ്പോ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ സമൃദ്ധി വേണമെങ്കിൽ സമൃദ്ധിയെ ആകർഷിക്കുക. എങ്കിൽ സമാനതകൾ മാത്രമേ പരസ്പരം ആകർഷിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഇനി മുതൽ എന്തില്ല നമുക്ക്? നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. എത്ര പേര് പാലിക്കുന്നുണ്ട്? നമ്മൾ എന്തോ ഒന്നിന് പറയില്ലെന്ന് പറഞ്ഞിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടത്? എനിബഡി ക്യാൻ സേ ദാറ്റ്? നമ്മളൊരു പ്രതിജ്ഞ എടുത്തത്, ഇന്നേ ദിവസം മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും പരാതികൾ പറയില്ല. എത്ര പേര് അത് പാലിച്ചിട്ടുണ്ട്? 10 ദിവസത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു നമ്മൾ തീരുമാനിച്ചിട്ട്. വെരി റെയർ ആണല്ലേ? വേണ്ട, നിങ്ങളോട് ഞാൻ കൂട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുന്നില്ലല്ലേ? നിങ്ങൾ അപ്പൊ ഇവിടുന്ന് പ്രതിജ്ഞയൊക്കെ ചെയ്തു പോവും, എന്നിട്ട് നിങ്ങൾ പാലിക്കില്ലല്ലേ? തമാശ. നിങ്ങൾ പാലിക്കണം. അതുകൊണ്ടാണ്. അപ്പൊ സമൃദ്ധി
എന്ന് പറയുന്നത് ആകർഷിച്ചെടുക്കേണ്ട ഒരു സാധനമാണ്. അത് നമ്മൾ ആദ്യം ഉണ്ടാവണം മൈൻഡ് സെറ്റ് കൊണ്ട്. ഇത് മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കും എന്നാണ് നിങ്ങൾ ചോദ്യമെങ്കിൽ, അതിന് ആദ്യം നമ്മൾ തയ്യാറാവണം. എനിക്കിത് വേണം, ഇല്ല, അല്ല, പറ്റില്ല എന്നൊഴിവാക്കിയിട്ട് ഉണ്ട്, പറ്റും, ഞാനിത് ചെയ്യും, എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ മാത്രമേ ഇത് ചെയ്യുള്ളൂ, എന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന രീതിയിലേക്ക് എപ്പോൾ നമുക്ക് മാറാൻ സാധിക്കുന്നുവോ അന്ന് മുതൽ മാത്രമേ നമുക്ക് ഈ സാധനം ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഒരു വഴിയും ഈ ലോകത്ത് ഇല്ല എൻ്റെ സഹോദരങ്ങളെ. നിങ്ങൾ പരാതികൾ പറയുകയാണ്, അത് പറഞ്ഞ് അങ്ങനെ ഇരിക്കുക, മാറ്റം ഉണ്ടാവില്ല. ഇന്നലെ വരെ ചെയ്തതെല്ലാം ശരിയായിരുന്നെങ്കിൽ ഇന്നലെ വരെ നമ്മുടെ ജീവിതവും ശരിയായിരുന്നു. ഇന്നലെ വരെയുള്ള നിങ്ങളുടെ ജീവിതം തെറ്റായിരുന്നുവെങ്കിൽ, അത് നഷ്ടത്തിലേക്കും അല്ലെങ്കിൽ കഷ്ടത്തിലേക്കുമാണ് പോയതെങ്കിൽ, ഇന്നലെ വരെ നമ്മൾ ചെയ്തത് തെറ്റായിരുന്നു എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് മാറാൻ നമ്മൾ തയ്യാറാവണം. ഇന്നും വൈകിട്ടില്ല. 65-70 വയസ്സായാലും നമുക്ക് മാറിയിട്ടില്ല. നമുക്ക് മാറ്റമുണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല, സാധ്യമാണ് എന്ന് തിരിച്ചറിയുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം, ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. നമ്മൾക്ക് മാത്രമേ നമ്മളെ മാറ്റാൻ പറ്റുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ സ്റ്റെപ്പ് എടുക്കണം. ഇത്തരം ക്ലാസ്സുകളിലൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിരന്തരമായി നിങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറയാൻ പറ്റും. പക്ഷെ ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് എങ്ങനെ സമ്പൽ സമൃദ്ധി സ്വന്തമാക്കുമെന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് പറയാം. സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയുള്ള മനസ്സിൽ കേന്ദ്രീകൃതമാക്കുക എന്ന് വെച്ചാൽ, മനസ്സിൽ സദാ സമ്പൽ സമൃദ്ധി ഉണ്ട് എന്നുള്ള അതാണ് കേന്ദ്രബിന്ദുവാക്കി മാറ്റുക മനസ്സിനെ. എനിക്കൊരു സ്വഭാവമുണ്ട് കേട്ടോ, ഞാൻ നിങ്ങളോട് പെട്ടു തുറന്നു പറയാം. എനിക്കൊരു സ്വഭാവമുണ്ട്, അത് പണ്ടേ എനിക്കുള്ള സ്വഭാവമാണ്. പലപ്പോഴും ഞാൻ ഒരുപാട് പഴികൾ കേട്ടിട്ടുള്ള സ്വഭാവമാണ്. എൻ്റെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒരുപാട് പഴി കേട്ടിട്ടുള്ള സ്വഭാവമാണ്. പക്ഷെ ആ സ്വഭാവം ഞാൻ ഒരിക്കലും വിട്ടുകളയാൻ തയ്യാറല്ല. എത്ര ആര് പറഞ്ഞാലും ഞാൻ വിട്ടുകളയും. എന്താണെന്നറിയോ സ്വഭാവം? ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ ഒരു സാധനം പോലും എൻ്റെ കയ്യിലില്ല, എനിക്ക് പറ്റില്ല, എനിക്കത് അറിയില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരു സാധനത്തിന്റെ മുകളിൽ ഞാൻ പരാതികൾ പറഞ്ഞിട്ടില്ല. ഞാൻ ഏത് സാധനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനത് പോയി വാങ്ങിക്കും. അല്ലെങ്കിൽ ഏത് സാധനത്തെ എനിക്ക് വേണമോ അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും. അതിൽ ഞാൻ പിശുക്ക് കാണിക്കില്ല. ഞാൻ പലപ്പോഴും എൻ്റെ കുടുംബത്തിൽ ചോദിച്ചത് വല്ല ആവശ്യവും ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ഫസ്റ്റ് ഗൾഫിൽ വന്നപ്പോൾ ഒറ്റ നിർബന്ധമായിരുന്നു, ആദ്യത്തെ ഗൾഫിൽ നിന്ന് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എൻ്റെ സ്ഥലമെടുത്ത് വീട് കെട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ പോകുള്ളൂ. 2 വർഷക്കാലത്തെ സമയത്തിനകത്ത് 1 വർഷം കഴിയുമ്പോൾ ഞാൻ അതിന് പരിപാടി ആരംഭിച്ചു. പക്ഷെ എൻ്റെ വീട്ടുകാർ പറഞ്ഞു, പുറത്തു പോയി സ്ഥലം എടുത്തിട്ടൊന്നും വീട് കെട്ടുന്ന പരിപാടി നടക്കില്ല, കുടുംബസ്ഥലത്ത് തന്നെ വേണമെന്ന് പറഞ്ഞു. അത് കുറച്ചുകൂടി നീട്ടിയില്ല, പുറത്താവണം എന്നായിരുന്നു. കാരണം എനിക്ക് തന്നെ പൈസ കൊടുത്ത് ലാൻഡ് മേടിച്ച് വീട് കെട്ടണം എന്നുള്ള ആ ഒരു കണ്ടീഷൻ തന്നെയായിരുന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, എന്നെ കൊണ്ടത് പറ്റുമെന്ന് എനിക്ക് തെളിയിക്കണം. എനിക്കത് പറ്റുമെന്നുള്ള തെളിയിക്കൽ മാത്രമാണ്. അത് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ്. അത് എപ്പോഴോ ഉണ്ടാക്കി വെച്ച ആഗ്രഹമാണ്. എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനത് ചെയ്യും. അങ്ങനെ അവസാനം ഞാൻ പോകുന്നതിന് കൃത്യമായി ആദ്യം പോയത് തന്നെ സ്വന്തം വീടുണ്ടാക്കി അതിൻ്റെ വീടിന്റെ പാലുകാച്ചിലാണ് ഞാൻ ആദ്യം പോകുന്നത്. എങ്ങനെ സംഭവിച്ചു എന്ന്, അന്നെ എനിക്ക് ശമ്പളം വെറും എന്താ പറയുക, ഇന്നത്തെ അവസ്ഥയിൽ നാട്ടിലെ 1250 ഒരു ദിറംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 15,000 രൂപ, അല്ലെങ്കിൽ അന്നത്തെ അവസ്ഥയിൽ 15,000 രൂപ. എങ്ങനെ കാശ് വന്നു എന്ന് എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. 15 ലക്ഷം രൂപ അന്ന് എനിക്ക് ആ ഞങ്ങളെ വീടുണ്ടാക്കാനായിട്ട് ചിലവായിരുന്നു. കണക്കുള്ള കാര്യം എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. പൈസ പല വഴിയിലൂടെ വരും. എൻ്റെ പണി 1500, അത് കഴിഞ്ഞിട്ട് പല വർക്കുകളും നമ്മൾ ഓവർ ടൈം ചെയ്യും, ഒരുപാട് മറ്റ് വർക്കുകൾ ചെയ്യും, ഒക്കെ ചെയ്യും. പൈസ വന്നിരുന്നു, ഒരു വിഷയവും വന്നിട്ടില്ല. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ. ഞാൻ ചെറുപ്പത്തിൽ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാക്കാതെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ, ഇത് സംഭവിച്ചു പോകുന്ന ഇങ്ങനെയൊക്കെയാണ്. ഈ ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ, ചെറിയ ഒരു 10ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം നമ്മളിങ്ങനെ ഭാവനകൾ സൃഷ്ടിക്കും. പൊതുവെ ഭാവനകൾ നമുക്കുണ്ട്. ആ ഭാവനയിലാണ് എൻ്റെ കഥകളും കവിതകളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഭാവനയിൽ നിന്നാണ്. ഇപ്പോഴും ഭാവനയുണ്ട്. അപ്പൊ അന്ന് ഭാവനയിൽ സൃഷ്ടിക്കുമ്പോൾ നമ്മളിങ്ങനെ ചില കഥകളൊക്കെ പറഞ്ഞു പോകും. അപ്പോഴിങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സ് 15 വയസ്സാമത്തൊന്നും എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ എങ്ങനെയാണ്. നമ്മളിങ്ങനെ ആലോചിക്കും, എന്തെങ്കിലും ഒരിക്കൽ മാരുതി കാറിലൊക്കെ
കറങ്ങി നാട്ടിൽ വരണം. നാട്ടിൽ നിൽക്കുന്ന സമയത്ത് മാരുതി കാറിലൊക്കെ കറങ്ങണം, നാട്ടിൽ പോകും, ഗൾഫിലൊക്കെ പോയി പൈസ ഉണ്ടാക്കി ആദ്യം വരുമ്പോൾ മാരുതി കാറിലൊക്കെ വരണം എന്നുള്ള. അന്നത്തെ സമയത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും അൾട്ടിമേറ്റ് വലിയ വണ്ടി മാരുതി കാണാനുള്ള മാരുതി 800 ആണെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു ഇങ്ങനെ സ്വപ്നം ഇങ്ങനെ കണ്ടത് അത് എവിടെയോ വെച്ച് മറന്നുപോയി, പിന്നെ അതൊന്നും ഓർമ്മയില്ല. ഞാൻ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു ഇന്റർവ്യൂ എന്നോട് ആൾക്കാർ പഴയ ഒരു കാര്യത്തെ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് നിങ്ങൾ വിജയിച്ച പഴയ ഒരു കാര്യത്തെ പറ്റി പറയാൻ പറ്റുമോ എന്ന് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോഴാണ് ഞാനിത് ഓർത്തെടുത്തത്. അപ്പൊ ഞാൻ വീണ്ടും അത് പറയാം. ഞാനത് ഇതുപോലെ കുറെ അനുഭവം പറഞ്ഞൊരു അനുഭവം നിങ്ങൾക്കൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ഇത് എന്തിനാ ഈ പറയുന്നത് വെച്ചാൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് കൾട്ടിവേറ്റ് ചെയ്ത് കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ താണ്ടാൻ പറ്റും. കാരണം ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൂടുതൽ ബലമുണ്ടാക്കും, നമുക്ക് നേടാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയിക്കാനല്ല, കോൺഫിഡൻസ് ഉണ്ടാക്കാൻ. അപ്പൊ ഞാനിത് ഇങ്ങനെ സ്വപ്നം കണ്ടു. എപ്പോഴോ എവിടെയോ എഴുതി വെച്ച ഒരു കഥയിൽ ചെറുപ്പത്തിലെ ഈ ചെറിയ കഥ എഴുതുന്ന ചെറിയൊരു നല്ലൊരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. അതിന് ഒരു നമ്മൾ മറ്റൊരു സാധാരണ വേറെ രീതി പറയും, എന്നാലും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എവിടെയോ ഈ പോയി വന്നപ്പോൾ പഴയ ഒരു പുസ്തകം മറച്ചു നോക്കിയപ്പോൾ കണ്ടിരുന്നു ഒരു കഥ എഴുതിയതാണ്. അയാൾ ഗൾഫിൽ നിന്ന് ആദ്യമായി വരികയാണ്, അവന്റെ പുത്തൻ മാരുതി കാറിൽ നാട്ടിലേക്ക് വന്നു, ഇങ്ങനെയുള്ള ഒരു കഥ എഴുതി വെച്ചു. അപ്പൊ ഞാൻ എഴുതിയതിന്റെ കോൺസെപ്റ്റ് എന്നെ തന്നെയാണ്, പക്ഷെ സംഭവിച്ചത് വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു. അത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇതേപോലെ ആദ്യമായി ഗൾഫിൽ നിന്ന് നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ കാലിക്കറ്റ് എയർപോർട്ട് ഇറങ്ങി എന്നെ പിക്ക് ചെയ്യാനായിട്ട് കാലിക്കറ്റിൽ എൻ്റെ ഫ്രണ്ട് വന്നു. അപ്പോൾ വന്ന സമയത്ത് അവൻ എന്നെ എടുത്തു, ഒരു കാറിൽ ഞങ്ങൾ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഏതായാലും നീ ഒരു 15 ദിവസത്തിലേ ഉള്ളൂ നാട്ടിലെ, അപ്പോൾ നീ എന്താ പരിപാടി, നിനക്ക് വണ്ടി വേണ്ടതെന്ന് വെച്ചു. അപ്പോൾ ഞാൻ വണ്ടി കുഴപ്പമില്ല, വണ്ടി വേണം, എവിടെയെങ്കിലും ആരെങ്കിലും വണ്ടി സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലൊരു ജീപ്പൊക്കെ ആണല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഏതായാലും ഇത് പുതിയ വണ്ടിയാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, അവൻ ഗൾഫിലാണ്, അവൻ തിരിച്ചു പോയി, നീ അവന് എന്തെങ്കിലും ഇതടിക്കാനുള്ള കാശ് കൊടുത്താൽ നീ ഈ വണ്ടി എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ ആ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് പോയി. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ വണ്ടി മാരുതി 800 ആയിരുന്നു അന്നത്തെ അവസ്ഥയിൽ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് അറിയാതെ വന്നു ചേരും. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ്, ഭയങ്കര ചിരി വരുന്ന ഒരു ഉദാഹരണമാണ് പറയാനുള്ളത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിക്കാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ തവണ നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾ ആരും നാട്ടിലില്ലാത്തതുകൊണ്ട് ഒരിക്കലും വണ്ടി ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടില്ല. കാരണം അതിന്റെ ആവശ്യം വരുന്നത് ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ നാട്ടിൽ വരുന്നുള്ളൂ, സ്ഥിരമായിട്ട് നാട്ടിലില്ല. അപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചു വെച്ചാൽ അത് പെട്ടെന്ന് ഡാമേജ് ആയിപ്പോൾ, അതുകൊണ്ട് വണ്ടി വാങ്ങിക്കുന്നതിനെ പറ്റി ചിന്തിച്ചില്ല. പക്ഷെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവിടുന്ന് ഞാനൊരു ദിവസം ആലോചിച്ചു, ഒരു വണ്ടി വാങ്ങിച്ചു വെക്കുന്നതല്ലേ നല്ലത്, ഇരിക്കട്ടെ. അപ്പോൾ പിന്നെ തോന്നി എന്തിനിപ്പോൾ വാങ്ങിക്കുന്നത്, പോട്ടെ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വിട്ടു. ഞാൻ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട് ഒരു ഇതിലുണ്ട്, മാരുതിയുടെ ഒരു സെയിൽസ്മാനാണ്. അപ്പൊ അവൻ വെറുതെ ആ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു വണ്ടിയൊക്കെ വേണ്ടേ, വാങ്ങിച്ചു വെക്കണ്ടേ. ഞാൻ പറഞ്ഞു, നമുക്കിപ്പോൾ വണ്ടി എന്തിനാ, ആവശ്യമില്ല. പുള്ളി പറഞ്ഞു, അല്ല ഒന്ന് വെച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വിഷയങ്ങളൊക്കെ വരില്ലേ, അതൊന്നും ഇല്ല ഇതിന് ചേട്ടാ, എല്ലാം ശരിയാവും, നിങ്ങൾ വാങ്ങിച്ചു വെച്ചോ, ഞാനില്ല ഇവിടെയെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ ഈ ഒരു വണ്ടി കൊണ്ടാ, ടെസ്റ്റ് ഡ്രൈവ് കൊണ്ടാ. അങ്ങനെ അവൻ അന്നേരം തന്നെ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എടുത്തു കൊണ്ടുവന്നു, പോയി പിറ്റേ ദിവസം കൊണ്ടുവന്നു. ഞാൻ വണ്ടി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, വണ്ടി കുഴപ്പമില്ല, ഓക്കെ എന്നാ പിന്നെ നോക്കാം എന്ന് കരുതി ഞാൻ പറഞ്ഞു. ഒന്നും പിന്നെ എനിക്ക് വേണ്ടാന്ന് പറയാനൊന്നും തോന്നിയില്ല. അപ്പൊ ഈ വണ്ടി മേടിക്കണം, കയ്യിൽ അത്രയും കാശ് മുഴുവൻ വേണ്ടേ കയ്യിൽ, എന്റെ കയ്യിൽ എന്തിനാ അത്രയും കാശും, ലിക്വിഡ് ക്യാഷൊന്നുമില്ല. പിന്നെ ലോൺ എടുക്കുന്ന പരിപാടി നമുക്ക് പൊതുവെ ചിന്തിക്കാത്തൊരു സംഭവമാണ്. അപ്പൊ ഞാനിങ്ങനെ ബാങ്കിൽ പോയി എന്തോ ആവശ്യത്തിന് ഇരുന്നപ്പോൾ ബാങ്ക് മാനേജറോട് പറഞ്ഞു, ഒരു വണ്ടി മേടിക്കുന്ന അപ്പൊ അയാൾ വണ്ടി മേടിച്ച് വെക്കുക. അപ്പൊ അയാൾ വീട്ടിൽ അവിടെ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെയാണ് എൻ്റെ വണ്ടി കിട്ടിയത്, കണ്ടോ എന്ന് പറഞ്ഞിട്ട് അയാൾ എന്താ പറയാ, എനിക്ക് തോന്നുന്നത് ഇതിന്റെ ടാറ്റാന്റെ പുതിയ നെക്സോൺ വാങ്ങിച്ച കീ എനിക്ക് തന്നു, സാറൊന്ന് എടുത്ത് നോക്ക്, ഓടിച്ചു നോക്ക്, നല്ല വണ്ടിയാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു വണ്ടി മേടിച്ചാലും ഇങ്ങനെ ആലോചിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നല്ല വണ്ടിയില്ല, ഞാൻ ആരെയും വിളിച്ച് പറയണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട, എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പക്ഷേ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ്, എൻ്റെ ഇപ്പം അത്രയും പൈസ ലിക്വിഡ് ക്യാഷ് ഒന്നുമില്ല, നമ്മളെ ഓരോ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയല്ലേ പൈസ. അപ്പോഴാണ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കേട്ടോ. എന്ത്, നിങ്ങൾ അന്ന് വെച്ച RD ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമായാലും നിങ്ങൾ അത് വിഡ്രോ ചെയ്തില്ലല്ലോ ഇതുവരെ. അത് വിഡ്രോ ചെയ്ത് വേറെ എവിടെയും നമുക്ക് ഡൈവേർട്ട് ചെയ്യണ്ടേ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ RD ഇങ്ങനെ അതിനകത്ത് പൊക്കോണ്ടേയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, അതെന്തെങ്കിലും ചെയ്യാം. അല്ല, അപ്പോൾ ചോദിച്ചു, അല്ല എന്നാ പിന്നെ വണ്ടി മേടിക്കാൻ പിന്നെ സമയം ആലോചിക്കുന്നത് എന്തിനാണ്, ഈ കാശെടുത്ത് വണ്ടി മേടിച്ചാൽ പോരെ, പിന്നെ പതുക്കെ വീണ്ടും RD അതേപോലെ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷയം വരില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, കാശ് വരുന്നു, കുഴപ്പമില്ല, വാങ്ങിക്കാം. അപ്പോൾ ഞാൻ അവനോട് വിളിച്ചു ചോദിച്ചു. പക്ഷെ പിന്നെയാണ് കഥ വരുന്നത്. ഒരു ദിവസം 2 ദിവസം കൊണ്ട് കുറച്ച് ദിവസം വണ്ടി ശരിയായി. ഞാൻ വീട്ടിലെത്തുമ്പോഴാണ് വൈഫ് ഒരു പുസ്തകം എടുത്ത് എനിക്ക് കാണിച്ചു തരുന്നത്. ഒരു ബുക്ക് എടുത്തിട്ട് പുള്ളി അതിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇന്ന വണ്ടി, ഇന്ന കളർ വണ്ടി ഞാൻ വാങ്ങിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് അഫർമേഷൻസ് എഴുതി വെച്ചിരിക്കുന്നു. 11 ദിവസം. ഞാനിത് ഒരിക്കലും അറിയാത്ത കാര്യം, ചിന്തിക്കാത്ത കാര്യം, അതവിടെ സംഭവിച്ചു. വൈഫിന്റെ പേരിൽ തന്നെ വണ്ടി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. എത്ര പേർക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്?
എത്ര പേർക്ക് നിങ്ങൾക്കെല്ലാം ലൈഫിൽ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കാത്ത കൊണ്ടായിരിക്കും. ഇല്ലാത്തവരില്ല, ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എന്തോ ചെയ്തു എന്നല്ല, ഇങ്ങനെയാണ് ഈ നിയമം വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. ഇങ്ങനെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ മാത്രം നമ്മൾ അറിഞ്ഞോ എന്നതൊന്നും അവിടെ വിഷയമല്ല. ഇത് നിയമമുണ്ട്, അത് വർക്ക് ചെയ്യാനുള്ള എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഈ ഫ്രീക്വൻസികളിലൊക്കെ സെറ്റ് ചെയ്തത് കൊണ്ടാവാം, മറ്റു ചിലർക്കും പറ്റാത്തത് അത് സെറ്റ് ആവാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇത് ലഭിക്കുന്നതെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത്, നമുക്ക് വേണ്ടതിനെ പറ്റി വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാവണം. സമ്പത്തിനെ പറ്റിയാണെങ്കിൽ അത് എന്ത് വേണം, എപ്പോൾ വേണം, ഞാൻ അതിന്റെ ക്ലാസ്സിൽ മാജിക് ചെക്കിനൊക്കെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവണം, നമുക്ക് എങ്ങനെ വേണം, എവിടെ വേണം, എപ്പോൾ വേണം എന്നുള്ള ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, പിന്നെ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യതയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ 10 ലക്ഷത്തിന് ആണ് എനിക്ക് വേണ്ടത് എന്നുള്ള ക്ലാരിറ്റി ഉണ്ടായാൽ, എന്തിനു വേണ്ടി, എപ്പോൾ വേണം, എങ്ങനെ വേണം, ഏത് രീതിയിലാണ് അത് ഉണ്ടാവേണ്ടത് എന്നുള്ള ക്ലാരിറ്റി നമുക്കുണ്ടായാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? പിന്നെ ആ പൈസ നമ്മുടെ ഇല്ലെങ്കിൽ നമ്മുടെ ആവശ്യമായി ആ പൈസ മാറും. ആ പൈസ ഇല്ലാത്തടത്തോളം കാലം നമ്മൾക്ക് എപ്പോഴും എവിടെയോ നമുക്ക് ഒരു ഇൻകംപ്ലീഷൻസ് ഫീൽ ചെയ്യും. കാരണം ആക്ച്വലി നമ്മൾ മനസ്സ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു നമ്മളെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടെന്ന് മനസ്സ് തീരുമാനിച്ചു. പക്ഷെ ഫിസിക്കലി നമ്മളിൽ ഇല്ല എങ്കിൽ മനസ്സ് എന്ത് ചെയ്യും? പിന്നെ അത് ഉണ്ടാവേണ്ട വഴികളെ പറ്റി ആലോചിച്ചുകൊണ്ടേയിരിക്കും, അതിനെപ്പറ്റി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് മനസ്സ് സ്വയം എടുക്കുന്ന പരിപാടിയാണ്, നമ്മൾ ചെയ്യേണ്ടതില്ല. അങ്ങനെ മാത്രമേ ഈ സാധനം നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടത് ഒന്നാമതായി ലോ ഓഫ് അട്രാക്ഷനിൽ എന്ത് വേണം എന്നുള്ള വ്യക്തമായ ക്ലാരിറ്റിയാണ്. ക്ലിയർ ആയോ ഞാൻ ഈ പറഞ്ഞത്? എവറിബഡി സേ ദാറ്റ് ഈസ് ക്ലിയർ. പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാത്തത് ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. എത്ര പേര് മനസ്സിലായി ഞാൻ ഈ പറഞ്ഞത്, ഈ ക്ലാരിറ്റിനെ പറ്റിയിട്ട്? ആയവർ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. കാരണം ഇത് കുറച്ച് കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ് നമ്മളെ തടസ്സപ്പെടുത്തുക? ഏത് ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും സമ്പത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് മണി ബ്ലോക്സ്, അല്ലെങ്കിൽ നമ്മൾക്കുള്ള പഴയ കാല ചിന്തകൾ, പണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റംസ് വെച്ച് നമുക്കിതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അംഗീകരിക്കാൻ പറ്റാത്തിടത്തോളം കാലം എന്താവില്ല? ലോ ഓഫ് അട്രാക്ഷനിൽ ആദ്യം പറഞ്ഞ ചിന്തകൾ, അല്ലെ, തോട്ട്സ് ഫീലിങ്സ് ആയി മാറില്ല. കാരണം ഫീലിങ്സ് ആവണമെങ്കിൽ അത് മനസ്സ് അംഗീകരിക്കണം, അല്ലെ? മനസ്സ് അംഗീകരിക്കാത്ത ഒരു സ്ഥാനത്ത് ഫീലിങ്സ് ആവുമോ? അവിടെ ഫിയർ ആണ് വരിക, അല്ലെ? യഥാർത്ഥത്തിൽ ഈ പൈസ വന്നു എന്നുള്ള ഫീലിങ്സ് നമുക്കില്ലാതെ, ആ ഫീലിങ്സ് അബൻഡൻസ് ഫീലിങ്സ് ഇല്ലാതെ അവിടെ ഫിയർ ഫീലിങ്സിലേക്ക് പോകും. ഫീലിങ്സ് ഉണ്ടാവും, ഫിയറിലേക്ക് പോകുമ്പോഴോ സംഭവിക്കുക അത് നെഗറ്റീവാണ് കാര്യം. അതുകൊണ്ട് അത് വരാൻ വഴിയില്ല. ഇനി എന്താണ്? ഈ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം നമുക്ക് ആയതുകൊണ്ട് ഫീലിങ്സ് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കത് വിശ്വസിക്കാനും പറ്റില്ല. പറ്റുമോ? ഇത് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പണ്ട് എനിക്ക് കിട്ടിയപ്പോ ഇന്ന് ഒരാൾ പറഞ്ഞ പോലെ, സാറേ എല്ലാ ഓർഡറുകളും കറക്റ്റ് കൺഫേം ആവും, അവസാന പേയ്മെന്റ് എത്തുമ്പോൾ കൈവിട്ടു പോകും. എന്തുകൊണ്ടാണെന്നറിയോ? ഇത് ആ ഓർഡറും നിങ്ങളും തമ്മിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള കണക്ടിവിറ്റി വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത്. അത് നിങ്ങളിലേക്ക് വരണം, അത് വന്നാലേ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് ഉള്ളൂ എന്നുള്ള ഒരു ആവശ്യം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. കിട്ടിയാലും നല്ലതാണ്, കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? വേറെ നോക്കാം, അല്ലെങ്കിൽ എൻ്റെ വിധിയെന്ന് വിശ്വസിക്കാം. എനിക്കത് എപ്പോഴും അങ്ങനെയാണ് സാറേ. കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവസാന നിമിഷത്തും എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കും, പിന്നെ എന്താ ചെയ്യാം? ഇതാണ് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് മാറ്റണം. ഇത് മാറുന്നതും അവിടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ എങ്ങനെ മാറ്റാം? നല്ല വിശ്വാസങ്ങളെ അവിടെ ചേർത്ത് കൊണ്ടുവരണം. ലിമിറ്റ് ചെയ്യുന്ന വിശ്വാസങ്ങളെ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെ
നല്ല വിശ്വാസങ്ങളാക്കി മാറ്റണം. ക്ലിയർ ആയല്ലോ? ഈ കാര്യം കൂടി ക്ലിയർ ആയി കാണുമെന്ന് വെച്ചു. ഇനി ഇത് മാത്രം ഉണ്ടായാൽ മതിയോ? വിശ്വാസവും അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തെ മാറ്റിയാൽ മാത്രം മതിയോ? ഒരു ഓർഡർ കിട്ടണമെങ്കിൽ എല്ലാം ശരിയായി കൊടുത്തു, എല്ലാം എന്റെ വിശ്വാസമൊക്കെ റെഡിയായെങ്കിൽ ഓർഡർ കിട്ടുമോ? അതിന് തത്തുല്യമായ ആക്ഷൻ എടുക്കണം. ഇൻസ്പയർഡ് ആക്ഷൻ നമുക്ക് ആവശ്യമാണ്. പണം കിട്ടാനായി എന്ത് ചെയ്യണം? പണം ഇൻവെസ്റ്റ് ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ എങ്ങനെയാണ് പണം ഉണ്ടാകുന്നത്? ടൈം പ്ലസ് എനർജി ഈസ് ഈക്വൽ ടു മണി. പണം കിട്ടണമെങ്കിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം കൊയ്യുക, അല്ലെങ്കിൽ സമയവും എനർജിയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പണം കൊയ്യുക. രണ്ട് വഴികളേ നമുക്കുള്ളൂ. ഇവിടെ എനർജി ഇല്ല നമ്മളെ കയ്യിൽ, സമയവുമില്ല, മണി വേണം. അല്ലെങ്കിൽ മണി ഏത് സാധനം, വെൽത്ത് മെയിൻറ്റെയിൻ വേണം. നടക്കുമോ? ഇല്ല. പണവും ഇൻവെസ്റ്റ് ചെയ്യില്ല, എനർജിയും ഇല്ല, സമയമില്ല, പണം റിസൾട്ട് വേണം. വഷിയുമില്ല, കമ്മട്ടവുമില്ല, പിന്നെന്താണ്? പേപ്പറുമില്ല, പണം പ്രിന്റ് ചെയ്യണം. സാധ്യമാണോ? ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ട് മണി പ്രിന്റ് ചെയ്തോളാൻ. കമ്മട്ടത്തിൽ പരട്ടാൻ മഷിയില്ല, മഷി മേടിക്കാൻ പൈസയില്ല. ഇതല്ലേ അവസ്ഥ? എനർജി വേണം. എനർജി എങ്ങനെ ഉണ്ടാക്കും? എനർജി ഉണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ കഴിയില്ല. അത് നടപടി പഠിക്കാനായിട്ട്, ശരിക്കായിട്ട് നടപടി അറിയില്ല, നടപടി പഠിക്കാനായിട്ട് പൈസയില്ല, നടപടി പഠിക്കാനായിട്ട് രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല, എനർജി കൂട്ടാനായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിനചര്യയിൽ മാറ്റം വരുത്താൻ പറ്റില്ല, എനർജി കൂട്ടാനായിട്ട് ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാറ്റം വരുത്താൻ സാധ്യമേ അല്ല. പോസിറ്റീവായി മാത്രം ചിന്തിക്കാവൂ എന്ന് പറയുന്നതൊക്കെ ശരിയാണ് സാറേ. പക്ഷേങ്കിൽ അവൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ എങ്ങനെ പറയാതിരിക്കും? എനിക്ക് അത് മാറ്റാൻ സാധിക്കില്ല. നടക്കുമോ? നടക്കൂല. അങ്ങനെ ഒരു പ്രതിവിധിയും ലോകത്തില്ല. അപ്പോൾ നമ്മൾ ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനാവശ്യമുള്ള ആക്ഷനാണ്. ഏതാണോ നിങ്ങൾക്ക് നേടേണ്ടത് അതിന് തത്തുല്യമായ ആക്ഷൻ എടുക്കാൻ നമുക്ക് പറ്റണം. മറ്റ് ആക്ഷൻ എടുത്തുകൊണ്ട് കാര്യമില്ല. നമുക്ക് PSC എക്സാം എഴുതി എടുക്കാനാണ് ആവശ്യമുള്ളതെങ്കിൽ, അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ബിടെക്കോ MBBS പോയി പഠിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? PSC എക്സാമിന്റെ ഫസ്റ്റ് ഇയർ തന്നെ പഠിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനാണ് ആഗ്രഹമുള്ളതെങ്കിൽ, അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ഡ്രൈവിംഗ് പഠിക്കുക തന്നെ വേണം. ഇതാണ് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയാനുള്ള പ്രധാന കാരണം, വെറുതെ പോയി പഠിച്ചതുകൊണ്ടോ വെറുതെ ആക്ഷൻ എടുത്തുകൊണ്ട് കാര്യമില്ല. ആ ആക്ഷൻ നമ്മുടെ അകത്തുനിന്ന് വരണം. ഇൻസ്പയർഡ് ആയിരിക്കണം. നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. പിന്നെ അത് നേടിയാൽ മാത്രമേ പറ്റുള്ളൂ. എനിക്കിപ്പോഴൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ രാത്രി ഇവിടെ നിങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞു, ഒരു ബാക്കിയുള്ള ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഈ വീഡിയോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയായി വരുമ്പോഴേക്കും 10:30 മണിയാവും. 10:30 മണിക്ക് പോയി ഒന്ന് ഫ്രഷ് ജസ്റ്റ് ഒന്ന് ആക്കി കഴിഞ്ഞ് ഇപ്പൊ പുസ്തക വായനയ്ക്ക് ഇപ്പൊ സമയം കിട്ടുന്നില്ല. എന്നിട്ടും ഒരു 1-2 ദിവസവും ഒരു 2-3 പേജെങ്കിലും മറച്ചു നോക്കിയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പോകുമ്പോൾ 11 മണിയാവും. ഇവിടുത്തെ 3:45 എഴുന്നേറ്റാൽ മാത്രമേ 4 മണിക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. നാളെ ഇവിടുത്തെ 4 മണിയാണ്, നിങ്ങൾക്ക് 5:30 മണിക്ക് കിട്ടുന്നത്. അപ്പോൾ 3:45 മിനിമം എഴുന്നേറ്റ് ഒന്ന് പല്ല് തേച്ച് ഒന്ന് ഫ്രഷായി വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ 4 മണിയാവും. 11 മണി തൊട്ട് 3:45 മണി വരെയുള്ള സമയം മാത്രമാണ് എനിക്ക് ഉറക്കാനുള്ളത്. ആ സമയത്ത് ഞാൻ ഗാഢമായി ഉറങ്ങിക്കഴിഞ്ഞാൽ 3:45 നമ്മുടെ കയ്യിൽ നിന്ന് സ്കിപ്പാവും. പക്ഷെ ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ. കാരണം എൻ്റെ ഇപ്പോഴത്തെ ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത് മാക്സിമം ആളിലേക്ക് ഞാൻ എത്തുക, മാക്സിമം ആളുകൾക്ക് എന്നെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുക, മാക്സിമം ആളിലേക്ക് എനിക്ക് നൽകാൻ പറ്റുന്ന കാര്യങ്ങളെ നൽകുക. ഇന്ന് ഞാനിപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കൊണ്ട് പ്രസരിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളിപ്പോ എന്നെ കാണുന്ന നിങ്ങൾക്ക് എന്നെ പ്രസരിപ്പുള്ള ഒരാളായി കാണുന്നില്ലേ? ഊർജമുള്ള ഒരാളായി കാണുന്നില്ലേ നിങ്ങൾക്കിപ്പോ? യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതൊന്നും അറിയട്ടെ. ഞാനിപ്പോ ഒരു എനർജി ഉള്ള ഒരാളായിട്ടാണോ നിങ്ങൾക്ക് കാണുന്നത്, അല്ലയോ? നോ. കറക്റ്റ് വന്നു. ഷിബുവിന്റെ മറുപടി വന്നല്ലോ അല്ലേ? ഷിബു, ഞാൻ എനർജി കുറഞ്ഞ ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലേ? അതെന്താ അങ്ങനെ? ഷിബുവിന് മാത്രമേ തോന്നിയുള്ളൂ അല്ലേ?
ഞാനൊരു കാര്യം കൂടി പറയാം. ഇന്ന് ദിവസം ഞാൻ 3ാമത്തെ പെനഡോൾ കഴിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. 3 പെനഡോൾ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ കഴിച്ചു. എന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോ ഈ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പ്രാർത്ഥിക്കുന്ന സമയത്ത് വൈഫ് പറയാണ്, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ ഇന്ന്, ഇത്രയും പറ്റുമോ? അപ്പൊ ഞാനൊന്ന് പോയി വീണ്ടും ഒന്ന് കുളിച്ചിട്ട് വന്നു. അപ്പോഴും ഫ്രഷായി ഒന്നതായി. ഈ ക്ലാസ്സിൽ കയറിയപ്പോൾ ഫുൾ എനർജറ്റിക്കായി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നല്ല പനിയുണ്ട്. ഇപ്പോഴും നാവൊക്കെ ഒന്ന് ഇതാവാൻ തുടങ്ങുന്നു പനിയുള്ളത് കൊണ്ട്. പക്ഷെ ഫുൾ എനർജിക്കലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എനർജിക്കാണെന്ന് ഞാൻ പറയുമ്പോഴും ഫുള്ളായിട്ട് എനർജിയിൽ നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്ന കാര്യമാണ്. എനിക്ക് ഇവിടെ ഈ സംസാരിക്കുന്നതാണ് എൻ്റെ ഇൻസ്പിറേഷൻ, എൻ്റെ യഥാർത്ഥ സത്വം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കളയും. ഇത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞാൻ ഓഫീസിൽ എത്തിയാൽ ഇതുപോലെയാണ്. ചില സമയത്ത് ഞാൻ ഓഫീസിൽ പോകാൻ ലേറ്റ് ആയിപ്പോകും. പക്ഷെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും 1 മിനിറ്റ് പോലും വെറുതെ പോകില്ല. ചിലപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ അയ്യോ, ചിലപ്പോൾ ഡ്രൈവറോട് പറയും എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോട്ടെ, എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. പക്ഷെ അതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കാണില്ല. കാരണം അതെന്റെ ജീവനാണ്, അതെന്റെ എല്ലാമാണ്. എനിക്കതില്ലാതെ ജീവിതമില്ല. എൻ്റെ ബിസിനസ്സാണ് എൻ്റെ എല്ലാം. അപ്പൊ പിന്നെ എനിക്ക് അവിടെ എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തേ പറ്റൂ. ഞാൻ പുറത്തെ ബോഡിയിൽ നിന്ന് എടുക്കേണ്ട, അകത്തുനിന്ന് കയറി വന്നോളൂ. അതുപോലെ തന്നെയാണ് ഈ ഇത്തരം ക്ലാസ്സുകൾ എന്നെ സംബന്ധിച്ചത് ജീവസ്വമാണ്. ഇതാണ് എൻ്റെ സ്വത്വം. ഇങ്ങനെ നമ്മൾ ഏതിലൂടാണോ കണക്ട് ചെയ്യുന്നത് അവിടെ മാത്രമേ ആക്ഷൻ സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പകുതി ആൾക്കാർ സംഭവിക്കുന്നത് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ രാവിലെ എഴുന്നേൽക്കാനോ ബിസിനസിനെ പറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യാനോ അതിൽ കൂടുതൽ ഇൻസ്പയർഡ് എടുക്കാനോ സാധിക്കില്ലെങ്കിൽ അതിന്റെ ഫലം അൾട്ടിമേറ്റ് ആയിട്ട് പരാജയം. ഇപ്പൊ എന്റെ ബിസിനസ് മാനിഫെസ്റ്റേഷൻ, മണി മാനിഫെസ്റ്റേഷൻ വരുന്ന ആൾക്കാരെ നിരത്തി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസവും കോംപ്രമൈസ് ഇല്ല, കോംപ്രമൈസ്. കാരണം ഇതൊരു ഹാബിറ്റാക്കി മാറ്റണം. ഇതൊരു നമ്മുടെ ക്യാരക്ടറായി മാറണം. ലക്ഷ്യങ്ങൾ നമ്മുടെ ക്യാരക്ടറായി മാറണം, നമ്മുടെ ആറ്റിറ്റ്യൂഡായി മാറണം. എങ്കിൽ മാത്രമേ സംഭവിക്കുള്ളൂ. അല്ലാതെ നമുക്ക് ഒന്നും സംഭവിക്കില്ല. റിയൽ ആയിട്ട് നമുക്ക് സംഭവിക്കണമെങ്കിൽ മറ്റതെല്ലാം ആദ്യം നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കിക്കണം. ഞാനിത് ആദ്യം 4 മണിക്കൊക്കെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര വിഷയമായിരുന്നു. കാരണം നമ്മൾ ശീലിക്കാത്തതുകൊണ്ട് പറ്റില്ല. പക്ഷെ നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ 4 മണിക്ക് ഇപ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ നമുക്ക് ബോഡിയിൽ ക്ഷീണം വരുന്ന അവസ്ഥയായി മാറും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ദിവസത്ത് പറയാനുള്ള കാര്യം. കുറെ കാര്യങ്ങൾ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞു. എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാത്രമേ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഓർക്കുക, മനസ്സിലാക്കുക. സന്തോഷത്തോടു ഇന്നത്തെ ദിവസം നമുക്ക് ഉപസംഹരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഔട്ടിംഗ് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. ചില ഇൻസൈറ്റുകളെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കിട്ടിയവർ താങ്ക് യു പറയുക, കിട്ടാത്തവർ മിണ്ടാതിരിക്കുക. ഇത്രയും പറയാനുള്ളൂ. അപ്പോൾ താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. താങ്ക് യു സർ. താങ്ക് യു. Thank you, sir. Thank you. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you. Thank you, Thank sir. you. അപ്പൊ താങ്ക് യു. ഇനി ഞാൻ റെക്കോർഡിംഗ് ഇവിടെ എൻഡ് ചെയ്യുന്നു. യൂട്യൂബ് ഉള്ളവർക്ക് സമയം കളയണ്ട. നമുക്ക് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യും.